ഭഗവാൻ പല രൂപത്തിലും വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഭഗവാനെ മനുഷ്യരൂപത്തിൽ കാണാനുള്ള ഭാഗ്യം ഈ ലോകത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമാണ്. ഞാൻ പറയുന്നത് വെറുതെയല്ല. ഇന്ത്യക്കാരുടെ മുന്നിൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നോൺ ബയോളജിക്കൽ ആയിരുന്ന ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മോദി ഭഗവാൻ ഇപ്പോൾ സ്വയം മനുഷ്യരൂപം പ്രാപിച്ച് തന്റെ പ്രജകൾക്ക് ദർശനം നൽകുവാൻ ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുൻപ് നടന്ന ഒരു പോഡ്കാസ്റ്റിലാണ് ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. മോദിയുമായി ഇവിടെ സംസാരിക്കുന്നത് നിഖിൽ കാമത്ത് എന്നയാളാണ്. ഇയാൾ സറോദ എന്ന ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കർ ആൻഡ് ട്രേഡിംഗ് സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനാണ്. റിസർവ് ബാങ്കിൽ നിന്നും ഒരു ബാങ്ക് ലൈസൻസ് നേടാൻ ഇവർ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും RBI അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഇയാൾ മോദിയുമായി ചേർന്ന് ഈ പോഡ്കാസ്റ്റ് നടത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന്. ഇത് നേരിട്ട് കണ്ടുകൊള്ളൂ. गलतियां होती होगी, मुझसे भी होती होगी, मैं भी मनुष्य हूं, मैं कोई देवता थोड़ा. തെറ്റുകൾ സംഭവിക്കും, എനിക്കും സംഭവിക്കും. ഞാൻ മനുഷ്യനാണല്ലോ. തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഞാൻ ദൈവമല്ലല്ലോ. വേദങ്ങളും പുരാണങ്ങളും അനുസരിച്ച് ഭഗവാൻ ഒരു അവതാരത്തിൽ നിന്ന് മറ്റൊരു അവതാരമായി മാറുന്നതിന് മറ്റൊരു ജന്മം എടുക്കേണ്ടി വരും. എന്നാൽ അമൃതകാലത്തിൽ ഒരു അവതാരത്തിൽ നിന്ന് മറ്റൊരു അവതാരത്തിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുന്നതിന് മറ്റൊരു ജന്മത്തിന്റെ ആവശ്യകതയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഇടയിൽ ഈസിയായി ഈ ചേഞ്ച് ഓവർ നടത്താം. ടെലിഫോൺ നമ്പർ ഒരു ക്യാരിയറിൽ നിന്ന് മറ്റൊരു ക്യാരിയറിലേക്ക് പോർട്ട് ചെയ്യുന്നത് പോലെ നോൺ ബയോളജിക്കൽ രൂപത്തിൽ നിന്ന് ബയോളജിക്കൽ രൂപത്തിലേക്ക് ഈസിയായി പോർട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പരാജയം ദൈവങ്ങളെ പോലും മനുഷ്യനാക്കി മാറ്റും എന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് കേട്ടുകൊള്ളും. जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है. माँ के जाने के बाद मैं कन्विंस हो चुका हूँ कि परमात्मा ने मुझे भेजा है. ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली. എന്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ഞാൻ ബയോളജിക്കലായി ജനിച്ചതായിരിക്കാം എന്നായിരുന്നു. അമ്മ പോയതിനു ശേഷം എനിക്ക് ഉറപ്പായി എന്നെ പരമാത്മാവ് അയച്ചതാണെന്ന്. ഇത്രയും ഊർജം ബയോളജിക്കലായ ഒരു ശരീരത്തിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മനുഷ്യരൂപം പ്രാപിച്ച ഈ നോൺ ബയോളജിക്കൽ ദൈവം വിദേശ ഇന്ത്യക്കാരോടായി ഈ പോഡ്കാസ്റ്റിലൂടെ പറയുന്നത് കേട്ടുകൊള്ളൂ. इसको थोड़ा 2-3 अलग अलग चीजें बताना चाहूंगा. मैं पब्लिकली कहता था कि आप पछताओगे अगर हिंदुस्तान वापस नहीं आओगे. तो हो सके उतना जल्दी एक पैर तो रख दो, युग बदलने वाला है, ऐसा मैं कहता था. ഈ പോഡ്കാസ്റ്റിലൂടെ ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പബ്ലിക്കായി പറഞ്ഞതാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ അതിൽ പശ്ചാത്തപിക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഇവിടെ കാലുകുത്തിക്കൊള്ളൂ. യുഗം മാറാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. और मुझे याद है जब बीच में आपने मुझे सवाल पूछा था सेटबैक. मैं मुख्यमंत्री था एक डेमोक्रेटिक इलेक्टेड गवर्नमेंट का, और अमेरिकन सरकार ने मुझे वीजा देने से मना कर दिया था. व्यक्ति के जीवन में तो मेरे लिए कोई अमेरिका जाना नहीं जाना कोई बड़ी चीज है, मैं पहले भी जा चुका था. लेकिन एक इलेक्टेड गवर्नमेंट और एक स्टेट का अपमान, एक देश का अपमान मैं फील करता था. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അമേരിക്ക എനിക്ക് വിസ നിഷേധിച്ചു. എന്റെ വ്യക്തി ജീവിതത്തിൽ അമേരിക്കയ്ക്ക് പോവുക എന്നുള്ളത് വലിയ കാര്യമല്ല. ഇതിനു മുൻപ് ഞാൻ പല പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും മേലുള്ള അപമാനം ഞാൻ സഹിക്കില്ല. मुझे मन में कसक थी कि क्या हो रहा है, जस्ट कुछ लोगों ने झूठ चला दिया इसलिए ये निर्णय हो गया. दुनिया में ऐसे चलती है दुनिया. मेरे मन में एक भाव था. लेकिन उस दिन मैंने प्रेस कॉन्फ्रेंस की और मैंने कहा कि आज अमेरिकन गवर्नमेंट ने मेरा वीजा रद्द किया है. जो कहना था मैंने कहा, लेकिन मैंने एक बात कही. मुझे कुछ सवाल पूछा गया. मैंने कहा देखिए, मैं अब ऐसा हिंदुस्तान देखता हूं कि दुनिया वीजा के लिए लाइन में खड़ी रहेगी. ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. കുറച്ച് ആളുകൾ നുണപ്രചാരണം നടത്തിയതുകൊണ്ട് അവർ ഈ തീരുമാനമെടുത്തു. ഇങ്ങനെയാണോ ലോകത്തിൽ നടക്കേണ്ടത്? എന്നാൽ ആ ദിവസം ഞാൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അതിൽ ഞാൻ പറഞ്ഞു, ഇന്ന് അമേരിക്കൻ ഗവൺമെന്റ് എന്റെ വീസ റദ്ദാക്കി. നോക്കൂ, ലോകം മുഴുവൻ ഇന്ത്യയുടെ വീസയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ കാണുന്നത്. 2005 का मेरा स्टेटमेंट है.
और आज 2025 में हम पहुंच रहे हैं, मैं बोल रहा हूं, तो मुझे दिखता भी है कि अब समय भारत का है। ഇത് 2005 ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ 2025 എത്തിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ സമയമാണ് എന്ന്. സത്യത്തിൽ ഇയാൾ എന്താണ് ഈ പറയുന്നത്? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷോപലക്ഷം ഗുജറാത്തികളാണ് ലക്ഷക്കണക്കിന് രൂപ കൊള്ളപ്പലിശക്കാരോട് കടം വാങ്ങിച്ച് ഡോങ്കി മാർഗത്തിലൂടെ അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കുന്നത്. അമേരിക്കയിൽ എത്തിയ ശേഷം ഹിന്ദു വംശജരായ ഈ അനധികൃത ഗുജറാത്തികൾ തങ്ങൾ മോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ പീഡ അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞ് അഭയാർത്ഥി വീസയ്ക്ക് അപേക്ഷിക്കുകയാണ്. മോദി പറഞ്ഞത് അനുസരിച്ച് ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും യൂറോപ്പുകാരുമാണത്രേ വികസിത രാജ്യമായ ഇന്ത്യയിലേക്ക് കൂലിപ്പണിക്ക് വരാൻ വീസയ്ക്ക് ക്യൂ നിൽക്കുന്നത്. Golden age of India back right now. Modi ji is great. He has brought golden age of India back in front of us, and this is the historical moment for us to cherish. പറയുന്നതിന് ഒരു പരിധിയെങ്കിലും വേണ്ടയെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പരിപൂർണമായി തകർന്നിരിക്കുകയാണ്. തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങളുടെ നടുവ് ഒടിഞ്ഞിരിക്കുകയാണ്. മാസം 10,000 രൂപ ലഭിക്കുന്ന ഒരു പണി പോലും ലഭിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 86 രൂപയും കടന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ നിരാശയുടെ പടുകുഴിയിലാണ്ട് അക്രമത്തിനും അരാജകത്വത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനും അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബിസിനസ്സുകളും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ വിൽപ്പന വലിയ തോതിൽ മന്ദീഭവിച്ചിരിക്കുകയാണ്. ബിസ്ക്കറ്റ് വിൽക്കുന്ന ബ്രിട്ടാനിയ കമ്പനി പോലും പറഞ്ഞത് അവരുടെ വിൽപ്പനയിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. IMF ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ ഇടിവ് ഉണ്ടാവും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും ഇമ്മാതിരി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമല്ലേ? 2025 में $5 ट्रिलियन की अर्थव्यवस्था के निर्माण में योगदान देने के लिए समर्थ है, सक्रिय है. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഗുണവും നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന്റെ ഭക്തന്മാർ ഈ പറയുന്നത് അതേപിടി വിഴുങ്ങി സത്യമാണെന്ന് വിശ്വസിച്ച് നിർവൃതി അടയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. രാജ്യം ചിന്തിക്കാനാവാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ തട്ടിവിടുന്ന ഒരു പ്രധാനമന്ത്രി